ആനിയുടെ ആൻസർ റൈറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് ഇത്ര മിനിമൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന ആൻസേഴ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത്യാവശ്യം നന്നായിട്ട് വാല്യൂ അഡീഷൻസ് ഉള്ള പോയിന്റ് ഉള്ള ആൻസേഴ്സ് ആയിരുന്നു. ഇങ്ങനെ ഫീഡ്ബാക്ക് തരുമ്പം പറയുമായിരുന്നല്ലോ കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്ത് പിന്നെ സിലബസ് തന്നെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് എൻ്റെ മുന്നിൽ ഒട്ടിച്ച് വെച്ചു. കാരണം എഴുതുമ്പം ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ടോപ്പിക് ഉണ്ടോ എന്ന് നോക്കി. എനിക്ക് തോന്നുന്നത് ഗ്രാജുവലി ഡെവലപ്പ് ആയതാണ്. കാരണം ആദ്യം എഴുതുമ്പോൾ ഞാനങ്ങനെ വേറെ ടോപ്പിക്സുമായിട്ട് കണക്ട് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ടൈം ക്രഞ്ച് നല്ലോണം ഉണ്ടായിരുന്നു. എനിക്ക് സമയം ഇച്ചിരി പാടാം. അപ്പം എഴുതുമ്പം എങ്ങനെയെങ്കിലും ആൻസർ തികയ്ക്കണം എന്നായിരുന്നു ആദ്യത്തെ ഒരു മോട്ടീവ്. ചില ടെലിഗ്രാം ഗ്രൂപ്പ്സ് ഉണ്ട്. ഇപ്പോൾ സാർ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ കുറച്ച് ന്യൂസ് ആർട്ടിക്കിൾസ് ഇടുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ ഈ നോട്ട്സിലേക്ക് ഒന്ന് ആഡ് ചെയ്യും. അങ്ങനെയായിരുന്നു വാല്യൂ എഡിഷൻ ചെയ്തത്. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് 2023 സിവിൽ സർവീസ് എക്സാമിനേഷനിൽ ഓൾ ഇന്ത്യ റാങ്ക് 93 കരസ്ഥമാക്കി സിവിൽ സർവീസ് കരസ്ഥമാക്കിയ ആനി ആണ്. ആനി ആന്ത്രപ്പോളജി ഓപ്ഷണലായിട്ട് എടുത്ത് എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ളതാണ്. അതും ഫസ്റ്റ് ടൈമിൽ തന്നെ എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ളതാണ്. സോ ആനി, വെൽക്കം. നമുക്കിന്ന് ആന്ത്രപ്പോളജി പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആനിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. സോ ആനി ആദ്യ തവണ തന്നെ ഫസ്റ്റ് ടൈമിൽ തന്നെ ആന്ത്രപ്പോളജി ഓപ്ഷണലായിട്ട് എടുത്ത് വളരെ നല്ല മാർക്ക് സ്കോർ ചെയ്ത് വളരെ നല്ല റാങ്കിലെത്തി. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാ കുട്ടികളും വരുന്ന സമയത്ത് അവർക്കുള്ളൊരു മെയിൻ ആയിട്ടുള്ളൊരു കൺസേൺ ആണ് എങ്ങനെയാണ് ഈ ഫസ്റ്റ് ടൈമിൽ ഇത്രയും ചെറിയൊരു ടൈം പീരീഡിൽ എങ്ങനെയാണ് ഈ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ചെയ്യേണ്ടതെന്നുള്ള കാര്യം. സോ എങ്ങനെയായിരുന്നു ആനിയുടെ ഒരു ആന്ത്രപ്പോളജി സ്ട്രാറ്റജി? സർ, എൻ്റെ സ്ട്രാറ്റജി എന്ന് പറയാൻ ഞാൻ റിസോഴ്സസ് കുറച്ചു. ഞാൻ മെയിനായിട്ട് റെഫർ ചെയ്തത് ടോപ്പേഴ്സ് നോട്ട്സ് ആണ്. 3 ടോപ്പേഴ്സിൻ്റെ നോട്ട്സ് പ്രിൻ്റ് എടുത്തു. അത് മാക്സിമം ടൈം റിവൈസ് ചെയ്തു. അതായിരുന്നു എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയാൻ. വേറെ ഒന്നും കൂടുതൽ ചെയ്തിട്ടില്ല. ആ 3 മന്ത്സിലായിരുന്നു. പ്രിലിംസിന് മുന്നേ ഓപ്ഷൻ ഒരുപാട് പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അപ്പം ഞാൻ ആ 3 മാസം എനിക്ക് സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കാൻ സമയമില്ല. അപ്പം ഈ നോട്ട്സ് പ്രിൻ്റ് എടുത്തു. അത് കുറേ വട്ടം റിവൈസ് ചെയ്തു. പിന്നെ ചില ടോപ്പേഴ്സ് കോപ്പി മിനിമം ആയിട്ട് കുറച്ചേ വായിക്കാൻ പറ്റുള്ളൂ ആന്ത്രോയ്ക്ക്. അത് കുറച്ച് വായിച്ച് കുറച്ച് വാല്യൂ അഡീഷൻ ഇവരുടെ ഈ നോട്ട്സിലേക്ക് ആഡ് ചെയ്തു. അത് പിന്നെയും റിവൈസ് ചെയ്തു. അതായിരുന്നു എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയാൻ. ഇത്രേ ചെയ്തിട്ടുള്ളൂ ആന്ത്രോയ്ക്ക്. സോ വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജിയാണ് ആനി ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരുപാട് ടോപ്പേഴ്സ് നോട്ട് ഉണ്ട്. ടോപ്പേഴ്സ് നോട്ട്സ് ഒരുപാട് അവൈലബിൾ ആണ്. ആൻഡ്രോയിൽ ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും സിമ്പിളായിട്ടുള്ള രൂപത്തിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ആനിയും പറഞ്ഞത് അത് തന്നെയാണ്. അതിൽ തന്നെ നമുക്ക് സിലബസിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണം. സോ അതിൽ എങ്ങനെയാണ് ഈ നോട്ട്സിലൊരു ലൈക്ക് സെലക്ട് ചെയ്തത്? ഏതൊക്കെ നോട്ട്സാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഏതൊക്കെ ടോപ്പിക്സിലാണ് കൂടുതൽ സ്ട്രെസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഞാൻ ടോപ്പേഴ്സ് നോട്ട്സ് കൂടുതലായിട്ട് നോക്കിയത് പാല മിശ്ര മാമിൻ്റെ നോക്കി. പിന്നെ ലഖിമ തിവാരി എന്ന് പറഞ്ഞൊരു ടോപ്പറുടെ നോക്കി. പിന്നെ സുർബി ഗോൾ എന്ന് പറഞ്ഞൊരു മാമിൻ്റെ. ഇവരുടെ 3 പേരാണ് നോട്ട്സ് കൂടുതലായി നോക്കിയത്. ഇതിൽ പാല മാമിൻ്റെയും ഈ ലഖിമ തിവാരി പറഞ്ഞ ലഖിമ മാമിൻ്റെ നോട്ട്സ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരുന്നു. അത് ഹാൻഡ് റൈറ്റിങ്ങും അവർ എഴുതിയ രീതിയൊക്കെ എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു. അപ്പം മിക്ക പോർഷൻസ് അത് തന്നെയാണ് നോക്കിയത്. പിന്നെ ഈ 3ാമത്തെ ടോപ്പറിൻ്റെ നോട്ട് ഞാൻ വാല്യൂ അഡീഷന് വേണ്ടി യൂസ് ചെയ്തു. കുറച്ച് കണ്ടന്റ് ഹെവി ആയിരുന്നു ഈ 3rd ടോപ്പറുടെ നോട്ട്. അപ്പം ഞാൻ അതിലെ സാറാണ് അത് അയച്ചത്, സുർബി ഗോയൽ മാമിൻ്റെ നോട്ട്സ്. അപ്പം ആ നോട്ട്സിലെ കാര്യങ്ങൾ ഞാൻ ഇവരുടെ 2 നോട്ട്സ് പ്രിൻ്റ് എടുത്തു. അപ്പം അതിലേക്ക് ആഡ് ചെയ്തു. അങ്ങനെയാണ് നോക്കിയത്. പിന്നെ ടോപ്പേഴ്സ് നോട്ട്സ് എനിക്ക് തോന്നുന്നു ഈ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് ഒരുപാടുണ്ട്. അതെല്ലാം നല്ല ബൾക്കി ടെക്സ്റ്റ് ബുക്സാണ്. അപ്പോൾ അത് വായിക്കാൻ എനിക്ക് സമയമില്ലായിരുന്നു. അപ്പോൾ ഇവർ ഈ ടോപ്പേഴ്സ് ഇതെല്ലാം റെഫർ ചെയ്തിട്ടാണ് അവർ ഈ കൺസൈസ് ആയിട്ട് ഈ നോട്ട്സ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഈ എല്ലാ സ്റ്റാൻഡേർഡ് ബുക്സും വായിക്കുന്ന പോലെ തന്നെയായിരിക്കും ഈ ടോപ്പേഴ്സ് നോട്ട്സ് വായിക്കുന്നത്. അപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടും ഇത് ഭയങ്കര ഈസി ആയിട്ട് അവൈലബിൾ ആയതുകൊണ്ടും ഞാൻ ഇത് റെഫർ ചെയ്തു. അപ്പം അങ്ങനെയായിരുന്നു ഇത് ചെയ്തത്, ടോപ്പേഴ്സ് നോട്ട്സ് വെച്ചിട്ട് ചെയ്തത്. സോ ആനിയുടെ ആൻസർ റൈറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് ഇത്ര മിനിമൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന ആൻസേഴ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത്യാവശ്യം നന്നായിട്ട് വാല്യൂ അഡീഷൻസ് ഉള്ള പോയിന്റ് ഉള്ള ആൻസേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ സ്ട്രക്ചേർഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ആൻസേഴ്സിലുണ്ടായിരുന്നു. സോ എങ്ങനെയാണ് ഈ വാല്യൂ അഡീഷൻ്റെ കേസിലേക്ക് വരുമ്പോൾ, എസ്പെഷ്യലി ഇപ്പോൾ കറണ്ട് അഫേഴ്സ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ മറ്റ് നോട്ടുകൾ ഒക്കെ എങ്ങനെയാണ് അതിലേക്ക് കണക്ട് ചെയ്തിരുന്നത് ആൻഡ് വാല്യൂ അഡീഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ? വാല്യൂ അഡീഷൻ ഞാൻ ചെയ്തത് ടോപ്പേഴ്സ് കോപ്പീസ് കുറച്ച് പേരുടെ റെഫർ ചെയ്തു. ആന്ത്രോ ടോപ്പേഴ്സിൻ്റെ അവരുടേത് നോക്കുമ്പോൾ അവരുടെ ആൻസർ ഷീറ്റ്സിൽ നമുക്ക് അറിയാത്ത പോയിന്റ്സ് കുറച്ച് കാണും. അത് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ എന്തെങ്കിലും ആന്ത്രോ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു എക്സ്കവേഷൻ പുതിയത് എവിടെയെങ്കിലും നടന്നു, അല്ലെങ്കിൽ നമുക്ക് ആർക്കിയോളജി ആയിട്ട് കണക്ട് ചെയ്യാം.
അപ്പം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ. പിന്നെ ചില ടെലിഗ്രാം ഗ്രൂപ്പ്സ് ഉണ്ട്. ഇപ്പോൾ സാർ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ കുറച്ച് ന്യൂസ് ആർട്ടിക്കിൾസ് ഇടുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ ഈ നോട്ട്സിലേക്ക് ഒന്ന് ആഡ് ചെയ്യും. അങ്ങനെയായിരുന്നു വാല്യൂ എഡിഷൻ ചെയ്തത്. പിന്നെ നമ്മൾ ആൻസർ ഡിസ്കസ് ചെയ്യുമ്പം മറ്റുള്ളവരുടെ ആൻസറിൽ നിന്ന് എന്തെങ്കിലും നല്ലത് നമ്മൾ ഒരുമിച്ചിരുന്ന് എഴുതുമ്പം അങ്ങനെ കിട്ടിയാലും അതും കുറച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു വാല്യൂ എഡിഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. സോ പേപ്പർ 1, പേപ്പർ 2 സിലബസിലേക്ക് വരുന്ന സമയത്ത് പേപ്പർ 1 അത്യാവശ്യം ബൾക്കി ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് വരുന്നതാണ്. പേപ്പർ 2 ആണെങ്കിൽ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. പക്ഷേ സ്കോറിങ്ങിലേക്ക് വരുന്ന സമയത്ത് പേപ്പർ 2 ചിലപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അത്ര തന്നെ സ്കോറിങ് വരാറില്ല. ഓക്കെ. പേപ്പർ 2ൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു ആനയുടെ? എന്ത് സ്ട്രാറ്റജിയാണ് പേപ്പർ 2 ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്? പേപ്പർ 2 ഞാൻ കുറച്ചും കൂടെ കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. കാരണം ഇന്ത്യൻ ആന്ത്രപ്പോളജിയാണ്. കുറേ കാസ്റ്റ് സിസ്റ്റം ആണെങ്കിലും ഇന്ത്യയിലെ ട്രൈബ്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരുന്നു പേപ്പർ 2. പേപ്പർ 2 കുറച്ചും കൂടി ഈസി ആയിരുന്നു പഠിക്കുന്ന സമയത്ത്. അപ്പം വാല്യൂ എഡിഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് എന്തെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യും. പിന്നെ കറണ്ട് റെലവൻറ്റ് നമ്മൾ ന്യൂസ് പേപ്പറിൽ ചിലപ്പം ഇന്ത്യൻ ആന്ത്രപ്പോളജി ആയിട്ട് കുറച്ചുകൂടെ കണക്ട് ചെയ്യാം നമുക്ക് ന്യൂസ് പേപ്പറിൽ വരുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് പേപ്പർ 2 വാല്യൂ എഡിഷൻ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്തു. ടോപ്പേഴ്സ് നോട്ട്സ് തന്നെയാണ് റെഫർ ചെയ്തത്. പക്ഷേ ന്യൂസ് പേപ്പറിൻ്റെ കൂടെ അത് കുറച്ചും കൂടി അലൈൻ ചെയ്തപ്പം കുറച്ചും കൂടി ഈസിയായി. പക്ഷേ സ്കോറിൻ്റെ കാര്യത്തിൽ പേപ്പർ 1 ആണ് കുറച്ചും കൂടെ സ്കോറിംഗ് ആയി തോന്നിയത് പേപ്പർ 2-നേക്കാളും. ഇപ്പോൾ പേപ്പർ 1-ൽ തന്നെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സ്കോറിംഗ് ആയിട്ട് മിക്കവാറും പറയാറുള്ളത്, ഇത് ഇൻഡിവിജ്വലി വ്യത്യാസം ഉണ്ടാവും, പക്ഷേ കുറേ കൂടി എല്ലാവരും പറയാറുള്ളത് ഫിസിക്കൽ ആന്ത്രപ്പോളജിയും ആർക്കിയോളജിയാണ്. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കും എങ്ങനെ ഡീൽ ചെയ്യുന്നതിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ആനിയുടെ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് ഫിസിക്കൽ ആന്ത്രപ്പോളജീനെ അതുപോലെ തന്നെ ആർക്കിയോളജി രണ്ട് ടോപ്പിക്സ് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഫിസിക്കൽ ആന്ത്രപ്പോളജി എനിക്ക് കമ്പാരിറ്റീവ്ലി ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഈസി ആയിരുന്നു. ആർക്കിയോളജി അതേസമയം എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ ഡിഫിക്കൽട്ടും ആണ്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആർക്കിയോളജി പഠിക്കാൻ. പക്ഷേ ഞാൻ വിട്ടില്ല. കുറേ റിവൈസ് ചെയ്ത പോർഷനാണ് ആർക്കിയോളജി. ഫിസിക്കൽ ആന്ത്രപ്പോളജി അത്യാവശ്യം ഓർമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് വലിയ ക്ലാരിറ്റി ഇല്ലെങ്കിൽ പോലും ഞാൻ ആർക്കിയോളജി ക്വസ്റ്റ്യൻസ് കുറേ അറ്റംപ്റ്റ് ചെയ്തു. ഞാൻ ആർക്കിയോളജി ചെയ്തത് കുറേ ഇറാസും പീരിയഡ്സ് ഒക്കെ ഉണ്ടല്ലോ, എല്ലാത്തിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ഞാൻ പഠിച്ചു വെച്ചു. ഏത് പീരീഡ് വന്നാലും ഞാൻ ആ സെയിം പോയിന്റ്സ് എഴുതും. എല്ലാ പീരീഡിനും സ്പെസിഫിക് ആയിട്ട് 1-2 പോയിന്റ്സ് മാക്സിമം. പിന്നെ കുറച്ച് ഡയഗ്രാംസ് ഉണ്ടല്ലോ, ഇപ്പം എവല്യൂഷൻ്റെ ഒക്കെ കുറച്ച് ഡയഗ്രാംസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് പഠിച്ചു വെച്ചു. എന്നിട്ട് എക്സാമിന് വന്നപ്പോൾ ഞാൻ ഫിസിക്കൽ ആന്ത്രപ്പോളജിയും ആർക്കിയോളജിയാണ് കൂടുതൽ അറ്റംപ്റ്റ് ചെയ്തത് സോഷ്യോ കൾച്ചറിനേക്കാളും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് കുറച്ചും കൂടെ സ്കോർ വന്നിട്ടുണ്ടാവും. കാരണം അത് കുറച്ചും കൂടെ സ്കോറിങ് ടോപ്പിക്സ് ആണ് ഇത് രണ്ടും. അങ്ങനെ ഫിസിക്കലും മാർക്കിയും അതുകൊണ്ട് വിട്ടില്ല, പഠിച്ചു. അതിന് റിസൾട്ട് ഉണ്ടായെന്ന് തോന്നുന്നു. സോ എക്സാമിൽ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുന്നതിൽ ഈ രണ്ട് പാർട്ടിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അല്ലേ? ഫിസിക്കൽ ആന്ത്രപ്പോളജിയും ആർക്കിയോളജി. ഓക്കെ. അതുപോലെ തന്നെ പിന്നീട് ചോദിക്കാനുള്ളൊരു കാര്യം ഇപ്പോൾ നോട്ട് മേക്കിങ്ങിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ആനിയുടെ ആൻസേഴ്സ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൻസേഴ്സാണ്. അതുപോലെ തന്നെ അപ്പോൾ അതിൽ നമ്മൾ നോട്ട് മേക്കിങ്ങിൻ്റെ ഒരു എലമെൻ്റ് എപ്പോഴും കുട്ടികൾ പറഞ്ഞു കേൾക്കാറുണ്ട്. എനിക്കറിയാം നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി ഓരോ ആളുകൾക്കും ഓരോ രീതിയാണ് ഉണ്ടാവും. അപ്പോൾ ആനിയുടെ ഒരു പെർസ്പെക്റ്റീവിൽ എങ്ങനെയായിരുന്നു നോട്ട് മേക്കിംഗ് ഉണ്ടായിരുന്നത്? ആന്ത്രപ്പോളജിയുടെ നോട്ട്സ് കമ്പാരിറ്റീവ്ലി വളരെ കുറവ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. ചില ടോപ്പിക്സ് ആർക്കിയോ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഞാൻ അത് മാത്രം കുറച്ച് നോട്ട്സ് ഉണ്ടാക്കി, കമ്പയർ ചെയ്യാൻ കുറച്ച് ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ യൂസ് ചെയ്ത് അങ്ങനെയെങ്കിലും ഓർമ്മ നിൽക്കട്ടെ എന്ന് ഓർത്ത് ആർക്കിയോ മാത്രം നോട്ട്സ് ഉണ്ടാക്കി. പിന്നെ സോഷ്യോ കൾച്ചറൽ ആന്ത്രപ്പോളജി ചില പോർഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കൾച്ചറിനെ പറ്റിയൊക്കെ ആണെങ്കിലും ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ഓൺ കൾച്ചർ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ റൈറ്റിംഗ് ഫോമാറ്റിൽ ആൻസറായിട്ട് കുറച്ച് നോട്ട്സ് ഉണ്ടാക്കി. ഇത് മാത്രമേ ആന്ത്രോയ്ക്ക് നോട്ട്സ് ഉള്ളൂ. അപ്പം നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഫോക്കസ് ചെയ്തതെന്ന് വെച്ചാൽ തിങ്കേഴ്സ് ഒരു 2 പേരെങ്കിലും, എനിക്ക് ഒരുപാട് ഓർമ്മ നിൽക്കില്ല, അതുകൊണ്ട് 2-3 മാക്സിമം ഒരു ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. തിങ്കേഴ്സിനെ കൊണ്ടുവരും, എന്തെങ്കിലും സ്റ്റാറ്റ് റെലവൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരും, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ. തിങ്കേഴ്സ് ഒരുപാട് വരുന്നത് ഒരു ബോണസ് ആണെന്ന് എപ്പോഴും പറയാറുണ്ടല്ലോ, അതുകൊണ്ട് തിങ്കേഴ്സിനെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടായിരുന്നു നോട്ട് ഉണ്ടാക്കിയപ്പം. ലിമിറ്റഡ് ആണെങ്കിലും മെയിനായിട്ട് ഉണ്ടാക്കിയ നോട്ട്സ് ആർക്കിയോളജിയുടെ നോട്ട്സ് ആണ്. അതുപോലെ തന്നെ ആനിയുടെ ആൻസേഴ്സിൽ ഇപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അത് സിലബസിൻ്റെ മറ്റ് പോർഷൻസിലേക്ക് സ്കിൽഫുള്ളി കണക്ട് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ ഫിസിക്കൽ ആന്ത്രോയിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ സോഷ്യോ കൾച്ചറൽ പോർഷൻസിന് പ്രസൻറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ പേപ്പർ 2ൻ്റെ പോർഷൻസ് എല്ലാം പല കാര്യങ്ങൾ അതിലേക്ക് കണക്ട് ചെയ്തിരുന്നു. അപ്പോൾ
ആ ഒരു ആൻസർ തിങ്കിങ് പ്രോസസ്സിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എനിക്ക് തോന്നുന്നത് ഗ്രാജുവലി ഡെവലപ്പ് ആയതാണ്. കാരണം ആദ്യം എഴുതുമ്പോൾ ഞാനങ്ങനെ വേറെ ടോപ്പിക്സുമായിട്ട് കണക്ട് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ടൈം ക്രഞ്ച് നല്ലോണം ഉണ്ടായിരുന്നു, എനിക്ക് സമയം ഇച്ചിരി പാടാം. അപ്പം എഴുതുമ്പം എങ്ങനെയെങ്കിലും ആൻസർ തികയ്ക്കണം എന്നായിരുന്നു ആദ്യത്തെ ഒരു മോട്ടീവ്. പിന്നെ എഴുതി കുറേ ടോപ്പേഴ്സ് പറഞ്ഞു, പിന്നെ സാറും പറഞ്ഞു, സാർ ഇങ്ങനെ ഫീഡ്ബാക്ക് തരുമ്പം പറയുമായിരുന്നല്ലോ കണക്ട് ചെയ്യണം എന്ന്. അങ്ങനെ കണക്ട് ചെയ്ത് പിന്നെ സിലബസ് തന്നെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് എൻ്റെ മുന്നിൽ ഒട്ടിച്ച് വെച്ചു. കാരണം എഴുതുമ്പം ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ടോപ്പിക് ഉണ്ടോ എന്ന് നോക്കി പേർപ്പസ്ഫുള്ളി കോൺഷ്യസ്ലി എഴുതുമ്പം തന്നെ അത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ച് എഴുതാൻ തുടങ്ങിയത്. അത് എനിക്ക് തോന്നുന്നു അവസാനമൊക്കെ ആയപ്പോഴേക്കായിരിക്കും കുറച്ചും കൂടെ ആയി വന്നേന്ന് തോന്നുന്നു. ആദ്യമേ എനിക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റാറില്ലായിരുന്നു. ശരിയാണ്, ആദ്യം സമയത്ത് അങ്ങനെ കണക്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ അവസാനമാകുമ്പോഴേക്കും വളരെ ഓർഗാനിക് ആയിട്ടുള്ള രൂപത്തിൽ ആനി ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തിരുന്നു. സംബന്ധിച്ച ചോദിച്ചു. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ 2 ടൈപ്പ് ആസ്പിരൻസ് ആണ് ഈ ഒരു സമയത്ത് നമ്മുടെ മുന്നിലുള്ളത്. പുതുതായിട്ട് ആന്ത്രോ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, ആന്ത്രോപോളജി. അതുപോലെ തന്നെ പ്രിലിംസ് കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇത്തവണ മെയിൻസ് എഴുതാൻ പോകുന്നവരുണ്ട്. അപ്പോൾ ആദ്യത്തെ ആൾക്കാരെ നമ്മൾ എടുക്കാം. അപ്പോൾ പുതുതായിട്ട് ആന്ത്രോ സ്റ്റാർട്ട് ചെയ്യുന്നവരോട് എനിക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താ, അല്ലെങ്കിൽ അവർക്കായിട്ട് പറയാനുള്ള കാര്യം എന്താ? എനിക്ക് തോന്നുന്നു ഈ ബേസിക് ടെക്സ്റ്റ് ബുക്സ് ഒരുപാട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ വായിക്കാം. പക്ഷേ എങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡ് റിട്ടൺ ആയിട്ട് നല്ല നീറ്റായിട്ടുള്ള നോട്ട്സ് ഉണ്ട് ടോപ്പേഴ്സിൻ്റെ. അപ്പോൾ അവരിതെല്ലാം നമ്മൾ ഒരു 10 ബുക്ക് വായിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഇവരുടെ ഈ ഒരു കമ്പൈലേഷൻ വായിക്കുന്നത്, അവരുടെ ഹാൻഡ് റിട്ടൺ കമ്പൈലേഷൻ. അപ്പം അത് റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെന്ന് തോന്നുന്ന ടോപ്പിക്സ് മാത്രം സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സിൽ പോവുകയാണ് ഒത്തിരി സമയം സേവ് ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് ടോപ്പിക്ക് മാപ്പ് ചെയ്യാം. ഈ കൊല്ലം വരാൻ നെക്സ്റ്റ് 2025 പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ കൊല്ലം ആ വർഷം നമുക്ക് ടോപ്പിക്സ് സിലബസ് വെച്ചിട്ട് മാപ്പ് ചെയ്യാം. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, ഓരോ ടോപ്പിക്സിനും ഓരോ ഫ്രീക്വൻസി ഉണ്ട്. ഇത് 2 ഇയേഴ്സ് കഴിഞ്ഞ് മിക്കവാറും ചോദിക്കും. അങ്ങനത്തെ ചില ടോപ്പിക്സ് പിക്ക് ചെയ്ത് അതിനുവേണ്ടി പഠിക്കുക. അത് ഈ മെയിൻസ് എഴുതാൻ പോകുന്നവർക്കാണെങ്കിൽ അത് ആപ്ലിക്കബിളാണ്. നമ്മളങ്ങനെ ആ സിലബസ് മാപ്പിംഗ് നമ്മൾ ചെയ്തിരുന്നു. അവസാനം ഈ ടോപ്പിക്സ് ഒക്കെ വരുമായിരിക്കും എന്ന് പറഞ്ഞ് 1-2 ക്വസ്റ്റ്യൻസ് വരികയും ചെയ്തു. നമുക്ക് അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ ഈ ടോപ്പേഴ്സ് കോപ്പീസ് നന്നായി യൂസ് ചെയ്യുക, അവരത്രയും സുഖമായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് നന്നായി യൂസ് ചെയ്താൽ ഒത്തിരി ബെനിഫിഷ്യൽ ആയിരിക്കും. എങ്ങനെയായിരിക്കും ഇപ്പോൾ ഈ ലൈക്ക് തീംസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഓക്കെ, എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാന്നുള്ള കാര്യം. ഇപ്പോൾ PYQ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം. എങ്ങനെയാണ് PYQനെ അപ്രോച്ച് ചെയ്തിരുന്നത്? PYQ അറ്റൻഡ് ചെയ്തിരുന്നോ അതോ ബ്രെയിൻ സ്റ്റോം ചെയ്യാനോ? അങ്ങനെയാണ് അതിനെ അറ്റൻഡ് ചെയ്തിരുന്നില്ല. അറ്റൻഡ് ചെയ്യാൻ മാത്രം സമയം കിട്ടിയില്ല എനിക്ക്. ബ്രെയിൻ സ്റ്റോം ചില പോർഷൻസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഫിസിക്കൽ ആന്ത്രപ്പോളജി ഒന്നും അത്ര ചെയ്തില്ല. ഈ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് വരുന്ന ടോപ്പിക്സ് മാത്രം ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ബ്രെയിൻ സ്റ്റോം ചെയ്തിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ആൻസേഴ്സ് ഹാൻഡ് റിട്ടൺ ആയി വെച്ചിരുന്നു. അത് ഈ PYQ പ്രീവിയസ് ഇയർലി റിപ്പീറ്റിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ആൻസേഴ്സ് ഞാൻ എഴുതി കുറച്ചെണ്ണം പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മെയിനായിട്ട് ചെയ്തത് ഈ ഞാൻ പറഞ്ഞ പോലെ മാപ്പിംഗ് ചെയ്തു. ആ ഒരു 1 month ബിഫോറോ മറ്റോ ഞങ്ങൾ 2-3 പേരിരുന്ന് ഇങ്ങനെ എന്തൊക്കെ ക്വസ്റ്റ്യൻ ഈ കൊല്ലം വരാം, കഴിഞ്ഞ കൊല്ലം ചോദിച്ചു, അതിന് മുന്നത്തെ കൊല്ലം ചോദിച്ചു നോക്കി ഒരു പ്രീവിയസ് 7 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഈ കൊല്ലം വരാൻ സാധ്യതയുള്ള കുറച്ച് ടോപ്പിക്സ് മാപ്പ് ചെയ്തു. അപ്പോൾ ആ ഒരാഴ്ച കൂടുതലും ആ ടോപ്പിക്സാണ് റിവൈസ് ചെയ്തത്, GS കഴിഞ്ഞിട്ടുള്ള ആ ഒരു 1 week. അപ്പം അത് ഹെൽപ്പ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ആൻസർ റൈറ്റിങ്ങിലേക്ക് വരാം നമുക്ക്. ഇപ്പോൾ ആൻസർ റൈറ്റിങ്ങിൻ്റെ കേസിൽ വരുന്ന സമയത്ത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൂളുകൾ നമുക്ക് ആന്ത്രപ്പോളജിയുടെ ആൻസർ റൈറ്റിങ്ങിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡയഗ്രാംസ് ആണെങ്കിലും മാപ്പ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ ആനിയുടെ ആൻസേഴ്സിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചില ഡയഗ്രാംസ് അല്ലെങ്കിൽ ലൈക്ക് പിക്ചേഴ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റ് നോർമലി നമ്മൾ റെഫർ ചെയ്യുന്ന ബുക്കുകളിലോ അല്ലെങ്കിൽ പേപ്പേഴ്സിലൊന്നും കാണാത്തത്. സോ അങ്ങനെ അത് ഗ്യാദർ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നോ? ഡയഗ്രാംസ് യൂസ് ചെയ്തത് കൂടുതൽ എനിക്ക് ടൈം ക്രഞ്ച് ഉള്ളതുകൊണ്ട് എനിക്ക് എഴുതി തീർക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഡയഗ്രാംസ് വരച്ച് സ്പേസ് കളയാൻ എന്നുള്ളൊരു പോയിന്റിലാണ് ഞാൻ കൂടുതലും ഡയഗ്രാംസ്. അതുകൊണ്ട് കുറച്ചും കൂടെ എന്തെങ്കിലും ട്രയാങ്കിളോ സ്ക്വയറോ അല്ലെങ്കിൽ ഒരു സ്കളോ എന്തെങ്കിലും വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വരയ്ക്കുമായിരുന്നു. കാരണം എനിക്കത് കുറച്ചും കൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പ്ലസ് സ്പേസ് കുറേ പോകും, ഇല്ലെങ്കിൽ എനിക്ക് തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് കളക്ട് ചെയ്തത് ടോപ്പേഴ്സ് കോപ്പീസ് തന്നെയാണ്. ഓരോ ടോപ്പേഴ്സിൻ്റെ ടെലിഗ്രാം ചാനലിലൂടെയൊക്കെ പോയി അവരുടെ ആൻസർ കോപ്പീസ് നോക്കി അവരെന്തെങ്കിലും പുതിയതായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാനൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് എവിടെയെങ്കിലും ഒരു ഫോൾഡറിലാക്കി വെക്കും. അങ്ങനെയാണ് പിന്നെ ഞാനത് പ്രാക്ടീസ് ചെയ്തത്. സോ ഇനി ഇത്തവണ മെയിൻസ് എഴുതാൻ പോകുന്നവരോടാണ്. സോ ആനി ഈ ഒരു സമയത്ത് വളരെ കറക്റ്റായിട്ട് കഴിഞ്ഞ പ്രിലിംസ് ടു മെയിൻസിൻ്റെ സമയം വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തിരുന്നു. സോ എങ്ങനെയാണ് ഈ ഒരു സമയം
ഇവർക്ക് ഉപയോഗിക്കാൻ സാധിക്കാതെ എന്തായിരിക്കണം ഇല്ല, എനിക്കറിയാം അവരിൽ ഒരു ഇൻഡിവിജ്വൽ അപ്രോച്ച് ഉണ്ടാവും എന്നുള്ളത്. സോ എങ്ങനെയായിരുന്നു ആനിയുടെ ഒരു അപ്രോച്ച്? ഞാനിതുപോലെ റിസോഴ്സസ് കുറച്ച് റിവിഷൻ കൂട്ടി, അതാ ചെയ്തുകൊണ്ടിരുന്നത് ഒരുപാട്. കാരണം ആന്ത്രോ പ്രിപ്പറേഷൻ ഇച്ചിരി പുറകോട്ടായിരുന്നു പ്രിലിംസ് കഴിയുന്ന സമയത്ത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരുപാട് വലിച്ചു വാരി വായിക്കാണ്ട് കണ്ടൻറ്റ് കുറച്ചു, അത് തന്നെ കുറേ വട്ടം റിവൈസ് ചെയ്തു. പിന്നെ ഈ തിങ്കേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ആൻസർ എഴുതുമ്പോൾ അത് GS നിന്ന് ഡിഫറെൻ്റ് ആക്കുന്നത് ആ സ്കോളർലി പെർസ്പെക്റ്റീവ് വരുമ്പോഴാണ് ഓപ്ഷണൽസിൽ. അപ്പോൾ അങ്ങനെ തിങ്കേഴ്സിൻ്റെ പെർസ്പെക്റ്റീവ്സ് കുറച്ചുകൂടെ കൊണ്ടുവരാൻ നോക്കി, അത് കുറേ വട്ടം റിവൈസ് ചെയ്തിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ഈ ആന്ത്രോ പ്രിപ്പറേഷൻ പോയത് ഈ 3 months. ഓക്കെ. സോ നമ്മുടെ ആന്ത്രോപോളജിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണ പ്രിലിംസ് മെയിൻസ് എഴുതുന്നവരോടും അതുപോലെ തന്നെ പുതുതായിട്ട് ആന്ത്രോ ഓപ്ഷണൽ എടുത്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവരോടുമായിട്ടുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് ഡൗട്ടാണ് ആനി നമ്മളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. സോ താങ്ക് യു. ആൻഡ് ഇത്തവണ റാങ്ക് കരസ്ഥമാക്കിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഫ്യൂച്ചറിൽ വലിയ റോൾ എടുക്കാൻ മുന്നോട്ട് പോവുകയാണ്. സോ ഫ്യൂച്ചറിലേക്ക് എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു സർ. Lead IAS, crafted by the toppers.